ഒരു കാല് മടക്കി മറ്റേ കാലിൻ്റെ മുകൾ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് കൈകളെ മുകളിലേക്ക് കൊണ്ടുപോയി കൂപ്പി നിൽക്കുന്നതാണ്. ബാലൻസ് തെറ്റാതെ നിൽക്കുന്നതാണ് നമ്മുടെ ഈ പറഞ്ഞ വൃക്ഷാസനം. മറ്റേ കാലിലും ഇതുപോലെ തന്നെ ചെയ്തുകൊണ്ട് സാധാരണ രീതിയിൽ ശ്വാസോച്ഛ്വാസം ഉപയോഗിക്കേണ്ടതാണ്. ഏകപാദാസന. ഇവിടെ ഒരു കൈ കൊണ്ട് ഒരു കാലിനെ വളച്ച് അതിൻ്റെ പാദത്തിൽ പിടിച്ചിരിക്കുകയാണ്. മറ്റേ കൈ കൊണ്ട് മുകളിലേക്ക് കാണിച്ച് മുകളിൽ ആണ് നമ്മുടെ ദൃഷ്ടി പതിക്കേണ്ടത്. നടരാജാസന. നടരാജാസനയിൽ കൈകളും കാലുകളും, കൈകൾ മുന്നോട്ട്, ഒരു കൈ മുന്നോട്ട്, അതിന് എതിരിലുള്ള കാല് പുറകോട്ട്, എന്നിട്ട് ആ കാലിൽ നമ്മുടെ കൈ കൊണ്ട് പിടിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം നേരെ ഒരു ചെരിഞ്ഞ പൊസിഷനിൽ നിന്നുകൊണ്ട് 45